ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരിയുടെ ചെയിൻ സ്റ്റിച്ച് വേറൊരു 2 ഷേപ്സിലും കൂടി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 2 ഡിസൈൻ വരച്ചിട്ടുണ്ട്. ആദ്യം ഒരു എഡ്ജസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എം ടൈപ്പ് അങ്ങനെ കുറേ എണ്ണം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രീപ്പിംഗ് ചെയിനും. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് അവിടെ ഒരു ത്രെഡ് നോട്ട് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആരി ത്രെഡ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നീഡിൽ വന്നിട്ട് ആ ഹുക്ക് ഡിസൈൻ്റെ ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് കുത്തിയെടുക്കുകയാണ്. അഗെയിൻ നമ്മൾ ഏത് പോയിൻറ്റിലാണോ എത്ര ലെങ്ത്തിലാണോ ചെയിൻ സ്റ്റിച്ച് വേണ്ടത് അവിടെ കുത്ത് അടിയിൽ ചുറ്റി കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ട പോലെ തന്നെ അത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ അത് നോക്കി നോക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എഡ്ജിൽ ആ ടിപ്പിൻ്റെ ആ മൊനയുടെ അവിടെ വരുമ്പോൾ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ലോക്ക് എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഡിസൈനിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അവിടേക്ക് ആ നീഡിൽ വെക്കുക. എന്നിട്ട് ആ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡിസൈനും ചെയ്യുക. നമ്മളിപ്പോൾ വീണ്ടും ആ എൻഡ് പോയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ എഡ്ജിൽ വരുമ്പോൾ ഒരു തവണ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് എന്നിട്ട് വേണം നമ്മൾ നീഡിൽ ഡിസൈനിൻ്റെ ഡയറക്ഷനിലിട്ട് നീക്കാൻ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് ആ ഒരു ഷാർപ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡിസൈൻ ഫുള്ളായിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഡിസൈനിൻ്റെ എൻഡ് പോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് എൻഡ് ആവുന്ന സമയത്തും ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ ത്രെഡ് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആ എക്സസ് ആയിട്ടുള്ള ത്രെഡ് എന്താ പറയുക അടിയിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലും കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു തുടങ്ങാം. ഇനി വരുന്ന ക്ലാസ് തൊട്ട് നമുക്ക് ആരി നോട്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് ക്രീപ്പിംഗ് ചെയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കർവി ആയിട്ടുള്ള ഇത് വരച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നീഡിലിൻ്റെ ഹുക്ക് പോർഷൻ ഡിസൈനിൻ്റെ ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കർവി ആയിട്ടുള്ള ലൈൻസും ഇതൊക്കെ വരുമ്പോൾ ചെയിൻ സ്റ്റിച്ച് കുറച്ചൊന്ന് ചെറുതാക്കി ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി ഒന്ന് വലുതാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിലും ചെറുതായിട്ട് തന്നെ ചെയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഡിസൈനിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ പോവാം. നമ്മൾ വന്നിട്ട് ഇത്രയും ഷേപ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ വൺസ് സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് അതൊരു 20 to 30 ടൈംസ് അങ്ങനെ ചെയ്ത് നോക്കുക. അത് നല്ല രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ ഷേപ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എത്ര വലിയ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഇതനുസരിച്ച് ആ ഒരു ഷാർപ്നെസ്സും ഇതും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതൊക്കെ നോർമൽ ഷേപ്സാണ്. ഇപ്പം നമ്മൾ മോട്ടീവ്സ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു മാംഗോ ഡിസൈൻ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് എഡ്ജസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ ഇത്തരം ഷേപ്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എൻഡ് പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് അടിയിൽ നിന്ന് ആ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ആരി വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. അതുപോലെ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, ഇതുപോലെ നീറ്റായിട്ട് ഉണ്ടാവണം. ഒരുപാട് ചുരുക്കങ്ങളോ അതൊന്നും പാടില്ല.
ഓക്കെ. അപ്പോൾ അതിന് നമ്മളെന്താ വെച്ചാൽ ഒന്നുമില്ല, ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുക. പിന്നെ ആരി നീഡിലും ത്രെഡും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ലേ, മോൾ ഭാഗത്തും അതുപോലെ അടിയിലത്തെ പോർഷൻസ്, അതൊക്കെ ഭയങ്കര എന്താ പറയുക, സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആരി നോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.